ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ എങ്ങനെ വിധി എഴുതും എന്നുള്ളതാണ് എല്ലാ കണ്ണുകളും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. മാധു, ഇതൊരു കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കഥയായിരിക്കും. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്ക് ഹരിയാന മാത്രം എടുക്കും. ഹരിയാനയിൽ കോൺഗ്രസ് 4-3 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തും എന്ന് പറയുമ്പോൾ 10 വർഷം മുമ്പ് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ 20.7 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തിരിച്ചടി ഏറ്റു തുടങ്ങിയ കാലത്ത് നിന്നൊരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഇപ്പോൾ സാധ്യമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിർണ്ണായകം. 2014 തെരഞ്ഞെടുപ്പ് എടുത്താൽ BJP 33.3% വോട്ട് നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ 24.2% വോട്ടുകളുമായി 19 സീറ്റുമായി 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കോൺഗ്രസിന് 20.7% വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. 5 വർഷം കഴിഞ്ഞ് 2019 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് അവരുടെ വോട്ട് ഷെയർ 28.1 വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ സമയം BJP വോട്ട് ഷെയർ 36.5 കൂട്ടുന്നു. 40 സീറ്റുകളും 31 സീറ്റുകളും എന്ന നിലയിലേക്ക് അന്ന് INLD ദുർബലമാവുകയും 2.4 അവരുടെ വോട്ട് ഷെയർ ചുരുങ്ങുകയും ചെയ്തു. അതിനൊരു കാരണം പുതിയ ഒരു പാർട്ടി JJP എന്ന പുതിയ പാർട്ടിയുടെ ദുഷ്യന്ത് ചൌട്ടാലയുടെ പുതിയ പാർട്ടിയുടെ ജനതാ പാർട്ടിയുടെ ഉദയം 14.8 എന്ന വോട്ട് ഷെയറിലേക്ക് ഉയരുന്നു. പക്ഷേ അങ്ങനെ 20.7 10 കൊല്ലം മുമ്പ് താഴ്ന്നുപോയ കോൺഗ്രസ് എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ 40% വോട്ട് ഷെയറിലേക്ക് ഉയരുകയാണ്. മറ്റ് ജാട്ട് പാർട്ടികൾ ദുർബലമാവുകയും ആ വോട്ട് ഷെയർ കോൺഗ്രസ് നേടുകയും അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കണക്കുകൾ ശരിയാവുകയാണെങ്കിൽ 20.7 നിന്ന് 40 മുകളിലുള്ള വോട്ട് ഷെയറിലേക്ക് വരികയാണെങ്കിൽ അത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കഥ കൂടിയാണ്. സ്വയം സമാഹരിക്കാൻ കഴിയും ജാട്ട് വോട്ടുകൾ എന്ന നിലയിലേക്ക് കോൺഗ്രസ് മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ തോതിൽ അത്തരം പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. നേരത്തെ പറഞ്ഞ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അത്തരത്തിലുള്ള ഒരു വലിയ വിജയത്തിന് നാന്ദി കുറിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഹരിയാനയിൽ കഴിയുമോ കോൺഗ്രസിന് എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കപ്പെടേണ്ട കാര്യം. അനൂപുണ്ട് AICC ആസ്ഥാനത്ത് നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനൂപ്, നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിലെ തിരിച്ചുവരവിന്റെ കഥ ഹരിയാനയിൽ നിന്ന് എഴുതാൻ കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഒരു വലിയ തിരിച്ചുവരവ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിൽ സാധ്യമാവുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുടെ പെർഫോമൻസിൽ പ്രതിഫലിക്കാം. ജാർഖണ്ഡിൽ JMM സർക്കാരാണ് ഇപ്പോൾ ജാർഖണ്ഡും മഹാരാഷ്ട്രയും പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്നു. ഡൽഹി അടുത്ത വർഷം പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്നു. അടുത്ത വർഷം ഒടുവിൽ ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്നു. വളരെ നിർണായകമായ സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ ഹരിയാന, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തുമാത്രം പ്രതിഫലനം ഉണ്ടാക്കും? വലിയ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ഒറ്റവാക്കിൽ പറയാം. അതായത് ഹരിയാന 2014 കൈവിട്ടു പോയത്. 2014 ഓർമ്മയില്ലേ? നരേന്ദ്രമോദി ഒരു കൊടുങ്കാറ്റ് പോലെ രാജ്യത്ത് ആഞ്ഞടിച്ച വർഷം. ആ വർഷം കൈവിട്ടു പോയ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 46%-ലധികം വോട്ട് നേടിയാണ് 5 സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. 44 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം. റോത്തകിലൊക്കെ ദീപീന്ദർ സിംഗ് കൂടെ വിജയിച്ചു വന്നത് 3,45,000 വോട്ടിന്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് മുന്നേറ്റം നടത്തിയ സംസ്ഥാനത്ത് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉറപ്പാണ് 40%-ലധികം വോട്ട് വരും. വിജയിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ഹരിയാന പിടിക്കുന്ന കോൺഗ്രസ് അത് കഴിഞ്ഞ് പോകാനിരിക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി വലിയ മുന്നേറ്റം നടത്താൻ പോകുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ആ സമയം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലമാണ് ഝാർഖണ്ഡ്. പക്ഷേ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ സഖ്യത്തിന്. എന്നാൽ ഈ വരുന്ന മുന്നേറ്റം ഹരിയാന, ഒപ്പം ജമ്മു കാശ്മീർ, അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചാൽ അത് ഝാർഖണ്ഡിലും പ്രതിഫലിക്കും. അതായത് കൈവിട്ടു പോയ ഓരോന്നും പതിയെ തിരികെ പിടിച്ച് രാഹുൽ ഗാന്ധി എന്ന നേതാവ് കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ അവിടെ മണിപ്പൂരിൽ ജനങ്ങളുടെ കണ്ണീരൊപ്പി നടന്ന് മഹാരാഷ്ട്ര വരെ പോയി അവിടെ വലിയ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് വീണ്ടും പറഞ്ഞു, നടക്കേണ്ടത്, സാധ്യമാവേണ്ടത് സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ കടകളാണ്, വെറുപ്പിൻ്റെ മാർക്കറ്റുകളിൽ തുടങ്ങാൻ പോകേണ്ടത് നമ്മളെല്ലാം ചേർന്ന് സാധ്യമാക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കേട്ടതാണ്. അത് കഴിഞ്ഞ് ഹരിയാനയും ജമ്മു കാശ്മീരും മഹാരാഷ്ട്രയും ഝാർഖണ്ഡുമെല്ലാം കേട്ടാൽ അത് രാജ്യത്ത് കോൺഗ്രസിൻ്റെ വലിയ തിരിച്ചുവരവിൻ്റെ തുടക്കമാകും. അത് കഴിഞ്ഞ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ രാജ്യസഭയിൽ വലിയ എതിർപ്പ് ഈ ഭരണപക്ഷത്തിന് കൊടുക്കാൻ കഴിയും. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്ത് തന്നെ അധികാരത്തിലെത്താനും വലിയ തിരിച്ചുവരവ് നടത്താനും കോൺഗ്രസിന് കഴിയും. അതുകൊണ്ട് തന്നെ ഹരിയാന വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിന് ആത്മവിശ്വാസവുമുണ്ട്.
തീർച്ചയായും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകം, BJPക്ക് നെഞ്ചെടുപ്പ് നൽകുന്ന ഘടകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധു, ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് മഹാരാഷ്ട്ര, ഡൽഹി, ബീഹാർ, ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. ഏതാണ്ട് 26 മുതൽ 28% വരെ വോട്ടുകളാണ് ഹരിയാനയിൽ ജാട്ട് വിഭാഗത്തിനുള്ളത്. അതിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ JJPക്കൊക്കെ അപ്രസക്തമാകും. ഏതാണ്ട് 1% വോട്ടാണ് ഈ പറയുന്ന എക്സിറ്റ് പോളിൽ പ്രവചിക്കപ്പെടുന്നത് JJPക്കൊക്കെ. അപ്പോൾ ഈ INLDയും JJPയും ഒക്കെ അപ്രസക്തമാകുന്ന ഇടങ്ങളിൽ 31 സീറ്റുകളിൽ നിന്ന് ആ വോട്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ അതൊരു വലിയ വിക്ടറി അവർക്ക് സമ്മാനിക്കും എന്നത് സംബന്ധിച്ച് ഒരാശങ്കയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആര് ജയിക്കും ഹരിയാന, ആര് ഭരിക്കും ജമ്മു ആൻഡ് കാശ്മീർ? 10 മിനിറ്റ് അഭിലാഷ്, 10 മിനിറ്റുകളാണ് അവശേഷിക്കുന്നത്. ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ 8 മണിയോടുകൂടി എത്തും. അതിനു മുൻപ് തന്നെ പോസ്റ്റൽ വോട്ടുകളിൽ നിന്ന് നമ്മളെ തേടി എങ്ങോട്ടാണ് ഈ പറയുന്ന കാറ്റ് എന്നത് സംബന്ധിച്ചതിന്റെ ഉത്തരം കൂടി കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾ മാത്രം.